സുഹ്റാൻ മംദാനിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. ഇത് ലോകം ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ സുഹ്റാൻ മംദാനിക്കെതിരെ ട്രംപ് പറഞ്ഞ വാക്കുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. വിജയിച്ച ശേഷം ട്രംപിനെക്കുറിച്ച് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുഹ്റാൻ മംദാനി പറഞ്ഞ വാക്കുകളും നമുക്കറിയാം. ഇരുവരും കാണുമ്പോൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, ട്രംപിൻ്റെ വാക്കുകൾ, സുഹ്റാൻ്റെ വാക്കുകൾ എല്ലാം ലോകം കണ്ടു. കൗതുകത്തോടു കൂടിയാണ് സത്യത്തിൽ അതിനെ എല്ലാവരും കണ്ടത്. പക്ഷേ അത് നമ്മളൊക്കെ വിചാരിച്ച പോലെ അല്ല ആ കൂടിക്കാഴ്ച പര്യവസാനിച്ചത്. എന്താ അതേക്കുറിച്ച് പറയുമ്പോൾ? അല്ല, ഒരർത്ഥത്തിൽ നോക്കിയാൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ ചിരവൈരം മംദാനിയോട് കാത്തു സൂക്ഷിക്കുമായിരിക്കും, മംദാനിയെ വീട്ടിൽ കയറ്റിലായിരിക്കും, അദ്ദേഹത്തോട് ചൂടാവുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ട്രംപ് അങ്ങനത്തെ ഒരാളല്ല. ട്രംപ് ഇതിനു മുമ്പും വളരെ കഠിനമായ വിരോധം പ്രഖ്യാപിക്കുകയും അകറ്റി നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും പലതരത്തിലുള്ള എതിർ ക്യാമ്പയിൻ എടുക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരെ പിന്നീട് ചേർത്ത് നിർത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിനെ ലോകത്ത് അനുകരിക്കുന്ന ഈ മിമിക്രി കലാകാരന്മാരുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്, പല ആൾക്കാരെയും നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും അല്ലെങ്കിൽ അശോകനെയൊക്കെ അനുകരിക്കുന്നതിന് ഒരു സ്ഥിരം നമ്പർ ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് സ്ഥിരം നമ്പർ എന്ന് അറിയോ? ട്രംപ് ഇപ്പോൾ പറഞ്ഞൊരു വാക്കില്ലേ, അടുത്ത സെക്കൻഡിൽ അത് മാറ്റി പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി പറയുന്നത് കാണിച്ചാണ് ഇവർ ട്രംപിനെ അനുകരിക്കുക. അദ്ദേഹം എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യനാണ്, ഇറ്റ്സ് എ ടെറിഫിക് ഗായ്, അപ്പുറത്തുനിന്ന് മാറ്റി പറയും, ഈ പറച്ചിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് പറയുന്നതിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേബിളായിട്ടുള്ള സമീപനമുള്ള ആളല്ല. ഇന്ന് അദ്ദേഹം പറയുന്നതായിരിക്കില്ല നാളെ പറയുക. അത് വ്യക്തികളെക്കുറിച്ച് പറയുന്നതായാലും കരാറുകളെക്കുറിച്ച് പറയുന്നതായാലും അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ സംസാരിക്കുന്നതെല്ലാം വ്യത്യസ്തങ്ങളായ നയങ്ങൾ നിരന്തരം പറഞ്ഞുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം മംദാനിയോട് ഒരു ചിരവൈരിയായി പെരുമാറും, ദീർഘകാലം വിരോധം നിലനിർത്തുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മംദാനിയുടെ പ്രശ്നം ഉണ്ടാകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യൂയോർക്ക് അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ ആണ്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ഭൂമിക എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ആ നഗരത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ ഒരാൾ കൂടുതൽ പോപ്പുലർ ആവുകയും അയാൾ അവിടെ മേയർ ആവുകയും അയാൾ ട്രംപിൻ്റെ പാർട്ടിയുടെയും ട്രംപിൻ്റെ വ്യക്തിപരമായ പൊളിറ്റിക്സിൻ്റെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ പറയുകയും അതിന് സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി വരുന്നത് അദ്ദേഹം ഒരു കാലത്തും ആഗ്രഹിച്ചില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞതിനെല്ലാം അപ്പുറം പോവുകയും ജനങ്ങൾ കൂട്ടത്തോടെ മംദാനി കൂട്ടുകയും അയാൾ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ട്രംപിന് അടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അതെൻ്റെ പ്രിയപ്പെട്ട നഗരത്തിൻ്റെ മേയർ ഇപ്പോൾ മംദാനിയാണ്, അയാൾക്ക് നല്ല വോട്ട് എല്ലാ സെക്ടേഴ്സിൽ നിന്നും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ചെയ്യേണ്ടതാണ്, ഞങ്ങൾ രണ്ടുപേരോടും മുട്ടാൻ ആരോടാൻ ചോദിക്കുകയല്ലാതെ ഇനി ട്രംപിന് മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ന്യൂയോർക്കിനെ വിട്ടുകളയേണ്ടി വരും. അദ്ദേഹം ന്യൂയോർക്ക് നഗരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതിന് ഫെഡറൽ ഫണ്ട് കൊടുക്കത്തില്ല, അത് ബുദ്ധിമുട്ടി പോകും, നിങ്ങൾ അത് മൊത്തം നശിക്കാൻ പോകുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കി. അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ന്യൂയോർക്ക്, ഏറ്റവും വലിയ നഗരമാണ്. ആ നഗരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയിലെ ഒരു പൊളിറ്റിക്സിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? അത് നടക്കുന്ന കാര്യമാണോ? അമേരിക്കയിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരത്തോട് ട്രംപിന് ശത്രുത പ്രഖ്യാപിക്കാൻ കഴിയുമോ? പറ്റുമോ? മംദാനിയോട് ശത്രുത പ്രഖ്യാപിക്കാൻ കഴിയും. മംദാനിയോടുള്ള ശത്രുതയുടെ പേരിൽ ന്യൂയോർക്കിന് പണം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക, ന്യൂയോർക്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന് തീരുമാനിക്കുക, ന്യൂയോർക്കിനെ ആകപ്പാടെ ശ്വാസം മുട്ടിക്കുമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ട്രംപിൻ്റെ അതിജീവനത്തെയാണ് ബാധിക്കാൻ മതി. അപ്പോൾ അദ്ദേഹത്തിന് ആ യാഥാർത്ഥ്യം മനസ്സിലാവുന്നു. ഇപ്പോൾ സിറിയൻ പ്രസിഡന്റിന് തലയ്ക്ക് അമേരിക്ക വിലയിട്ടതാണ്. ഇപ്പോൾ സിറിയയിൽ ആരാണ് പ്രസിഡന്റ്? അവരെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അദ്ദേഹം ഒരു നൈസ് ഗൈ ആണ് എന്ന് പറയേണ്ടതിലേക്ക് അമേരിക്ക മാറിയില്ലേ? അങ്ങനെ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് ലൈൻ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കാണുന്ന കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ന്യൂയോർക്ക് നഗരത്തെ വിട്ടുകളയാൻ കഴിയില്ല ട്രംപിനും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും വിട്ടുകളയാൻ കഴിയില്ല. ആ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് എനിക്ക് തോന്നുന്നൊരു കാര്യം, ട്രംപിന് തന്നെയും മനസ്സിലാവുന്നൊരു കാര്യം ഉണ്ടാവും. അങ്ങനെ ഈ മംദാനി പറയുന്ന രാഷ്ട്രീയത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഭയങ്കരമായ ഫാസിസ്റ്റ് പൊളിറ്റിക്സ് പറയുക, ഫലസ്തീൻ വിരുദ്ധത പറയുക, മുസ്ലിം വിരുദ്ധത പറയുക, കുടിയേറ്റ വിരുദ്ധത പറയുക, അതിന് ദീർഘകാലത്തെ ആയുസില്ല എന്നൊരു പക്ഷേ ട്രംപ് മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം എന്താണോ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിദേശീയത പറയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മഗ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു. അതിന് ഭയങ്കരമായ അതിദേശീയമായ സംഗതികൾ വെച്ചിട്ട് അത് പുഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധത പറയുന്നു. ഇപ്പോൾ എന്താണ് ഫെഡറൽ ഈ പറഞ്ഞ ധനബില്ല് പാസ്സാവുന്നതിന് കാരണം എന്താണ്? കുടിയേറ്റ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട എക്സ്ട്രീം നിലപാടിൻ്റെ പേരിലാണ്. അപ്പോൾ ആ കുടിയേറ്റ വിരുദ്ധത പറയുന്നു, മുസ്ലിം വിരുദ്ധത പറയുന്നു, ഇങ്ങനെ പിന്നെന്താ എഫിഷ്യൻസിയുടെ പേര് പറഞ്ഞ ആൾക്കാരെ പിരിച്ചുവിടുന്നു. ഈ നയങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് വിചാരിക്കാൻ കഴിയുന്നത് ഭയങ്കരമായി പോപ്പുലർ ആവാമെന്നാണ്. അതിനെ നേരെ എതിർക്കുന്ന ഒരാൾ, ആളുകൾക്ക് ലിവിങ് കോസ്റ്റ് കുറയ്ക്കേണ്ടതുണ്ട്, എല്ലാവർക്കും റീസണബിൾ പ്രൈസിൽ ജീവിക്കാൻ കഴിയേണ്ടതുണ്ടെന്നൊരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആൾക്ക് സ്വീകാര്യത കിട്ടുകയാണ്. അപ്പോൾ ട്രംപിന് പൊളിറ്റിക്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള സീൻ മാറുന്നതിൻ്റെ സൂചന ഉറപ്പായിട്ടും കിട്ടിക്കാണണം. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് ഒരു ചേഞ്ച് എടുക്കുന്നതാണ് നല്ലത്. കാരണം ആളുകൾക്ക് എല്ലാ റിസർച്ചുകളും എല്ലാ അഭിപ്രായ സർവേകളും ഗാലപ്പോളുകളും എല്ലാം പറയുന്നത് എന്താണ്?
അതായത് ട്രംപ് പറഞ്ഞ പൊളിറ്റീഷ്യൻ അല്ല അവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ട്രംപ് ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും ജനപ്രീതി കുറഞ്ഞ പ്രസിഡന്റ് എന്ന ഖ്യാതി അദ്ദേഹത്തിന് കിട്ടുന്നതിന് കാരണം അദ്ദേഹത്തിന് പാളുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തുമാത്രം പ്രസ്സിൽ എന്തുമാത്രം ആൾക്കാരാണ് വന്നേക്കുന്നത്. ഇതിന് ലോകത്തുനിന്ന് പല പ്രധാനപ്പെട്ട നേതാക്കളും വൈറ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയും പത്രക്കാരെ കണ്ടിട്ടില്ല. ഈ പത്രക്കാരൊക്കെ എന്തിനു വന്നു? ഇത് പുറത്തും കുറേ പേര് നിൽക്കുന്നു എന്ന് പറയാം അദ്ദേഹം. അപ്പോൾ ഈ വന്നിരിക്കുന്ന മംദാനി ഒരു ചില്ലറക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവഹാവാദികൾ നമുക്ക് മനസ്സിലാവും. പ്രസ് വന്നതിൽ പോലും അദ്ദേഹം അത്ഭുതപ്പെടുന്നു. വേറെ ലോക നേതാക്കൾ വന്നിട്ട് ഇത്ര ആളെ കണ്ടിട്ടില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ആ ചോദ്യം കണ്ടോ, ഈ ട്രംപ് ഫാസിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം മംദാനിയോട് ചോദിക്കുന്നുണ്ട്. മംദാനി പറയാൻ നോക്കുമ്പോൾ തന്നെ ട്രംപ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അത്രയും അദ്ദേഹം നിങ്ങൾ വിശദീകരിക്കാൻ എളുപ്പമായിരിക്കും. അത്രയും പുള്ളി വളരെ, അതായത് ഞങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരസൽ ഒരു വർത്തമാനത്തിൽ പ്രകടമാകാൻ പോലും സത്യത്തിൽ ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വാചകത്തിലുണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ തെറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യം ഒന്നാണ്, ന്യൂയോർക്കും നമ്മളുടെയും താല്പര്യം ഒന്നാണ്. ഇപ്പം നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ ഭയങ്കര പ്ലാനൊക്കെ ഉള്ള മനുഷ്യരാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോ പൂർണ്ണമായ പിന്തുണ നൽകുന്നു പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ട്രംപ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ മംദാനി സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. മംദാനി അവിടെ പോയി വൈറ്റ് ഹൗസിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ചു, അദ്ദേഹത്തിൻ്റെ സൈഡിൽ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന കാണുന്നില്ലെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ചുമ്മാ സിമ്പിളായിട്ട് ആലോചിച്ചു, ആരാണ് പൊസിഷൻ മാറ്റിയത്? മംദാനി. ട്രംപ് മഹാനാണ്, ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധത ഗംഭീരമാണ്, ട്രംപിൻ്റെ മാഗ ഗംഭീരമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഞാനും അദ്ദേഹവും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപരമായ മുന്നേറ്റത്തിനും ന്യൂയോർക്ക് നഗരത്തിൻ്റെ നിലനിൽപ്പിനും കുതിപ്പിനും ചില യോജിപ്പുകൾ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്നാണ് മംദാനി പറയുന്നത്. ഇദ്ദേഹം എന്താ പറയുന്നത്? ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോഴാണ് മഹാനാണെന്ന് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് കൊള്ളാം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ കൊള്ളാം, പ്ലാൻ കൊള്ളാം, നല്ലതാണ്, ഞങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് ആശയതരങ്ങളുണ്ടെന്ന് ട്രംപാണ് മാറ്റി പറയുന്നത്. അത് കേട്ടിവിടെ ആൾക്കാർ പറയുകയാണ് ട്രംപിന് മുമ്പിൽ മംദാനി തോറ്റുപോയെന്ന്. മംദാനി അവിടെ തോറ്റുപോയി. മംദാനിയെ കൂടി ചേർത്ത് നിർത്തേണ്ട വിധത്തിൽ മംദാനി ഒരു വലിയ ജനക്കൂട്ടമായിട്ടാണ് ഒരർത്ഥത്തിൽ വന്നത്. എവിടെ? വൈറ്റ് ഹൗസിലേക്ക്. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഫിസിക്കലി അല്ല, പക്ഷേ ആ ജനങ്ങളുടെ വികാരത്തിൻ്റെ മൊത്തം റെപ്രസെൻറ്റേഷൻ എടുത്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് ട്രംപിന് മനസ്സിലാവുകയും ട്രംപ് അതിൽ സ്വാഭാവികമായിട്ടും എന്താണ് മറ്റ് പലയിടത്തും അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ഇവിടെ എടുക്കുന്നതാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ മാറ്റങ്ങളൊന്നായിരിക്കും അത്. ദാസാബ്, എനിക്ക് ചോദിക്കാനുള്ള ട്രംപിനെ കുറിച്ചല്ല, മംദാനിയെ കുറിച്ചാണ്. കാരണം ആ ചോദ്യം ഉണ്ടല്ലോ, നേരത്തെ നിഷ സൂചിപ്പിച്ച ചോദ്യം, ട്രംപ് ഫാസിസ്റ്റ് ആണോ എന്ന് ഇപ്പോഴും താങ്കൾ പറയുമോ എന്ന് ചോദിക്കുമ്പം മംദാനി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനിടയിലാണ് ട്രംപ് കയറി പറയുന്നത്, കൈക്ക് പിടിച്ച് പറയുന്നത്. ഇപ്പം എൻ്റെ ചോദ്യം, ഈ മംദാനി എന്തായിരിക്കും അവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അല്ല, അത് നേരത്തെ സമാനമായ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഗസയിൽ ജിനോസൈഡാണ് നടക്കുന്നത് എന്ന നിലപാട് അങ്ങ് ഇപ്പോഴും പറയുന്നുണ്ടോ? ആ മറ്റുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്ഫുടമായിട്ട് മംദാനി പറയുന്നുണ്ടല്ലോ, ഗസയിൽ ഇസ്രായേൽ നടത്തിയത് ജിനോസൈഡാണ്. നമ്മുടെ ഗവൺമെൻറ് അതിനെ ഫണ്ട് ചെയ്തു, അത് നമ്മുടെ ടാക്സ് ഡോളർ അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്ന എൻ്റെ നിലപാട് ഞാൻ പ്രസിഡൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ സ്ഫുടമായി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, വൈറ്റ് ഹൗസിലെ ഓവൽ റൂമിൽ ഇസ്രായേൽ ഈസ് കമ്മിറ്റിംഗ് ജനോസൈഡ് എന്നൊരു വാചകം ഉച്ചരിക്കപ്പെട്ട ദിവസമാണ് ഇന്നലെ. അതൊരു ചരിത്ര സന്ദർഭമാണ്. അങ്ങനെ ഒരു അമേരിക്കയിലെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ, ഒരു പ്രധാനപ്പെട്ട ഓഫീസിലിരിക്കാൻ പോകുന്ന ആൾ, ജനുവരി 1 മുതൽ പ്രധാനപ്പെട്ട ഓഫീസ് പറഞ്ഞാൽ ലോകത്തെ നമ്പർ 1 സിറ്റിയിൽ മേയറായിരിക്കാൻ പോകുന്ന ആൾ വൈറ്റ് ഹൗസിലെ ഓവൽ റൂമിൽ കയറി ഇരുന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ റെസല്യൂട്ട് ഡെസ്കിന് ചാരെ നിന്ന് പറയുകയാണ്, ഇസ്രായേൽ ഹാസ് കമ്മിറ്റഡ് ജിനോസൈഡ് ഇൻ ഗാസ ആൻഡ് അവർ ടാക്സ് ഡോളർ ഷുഡ് നോട്ട് ഗോ ഫോർ ദാറ്റ് എന്നും. അത് നിസ്സാര കാര്യമല്ല നൗഫൽ. അത് അങ്ങനെ പറയുമ്പോൾ അണ്ണൻ എന്താണ് അത് കേട്ട് നിൽക്കുകയാണ്. അണ്ണൻ അതിനിടയിൽ ബാക്കി പല കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി അദ്ദേഹം പലതും പറയുന്നുണ്ട്, തമാശയൊക്കെ ആണെങ്കിലും അത് കേട്ട് നിൽക്കുകയല്ല, അതൊന്നും പറയുന്നില്ല. ഇത് ചരിത്രപരമായിട്ടുള്ള സന്ദർഭമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ തമ്മിലുള്ള സംഭാഷണം, അവർ തമ്മിലുള്ള പ്രൈവറ്റ് കോൺവെർസേഷൻ അതെന്താണെന്ന് നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന 20 മിനിറ്റ്സ് പ്രസ് അവൈലബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സമയം അത് വളരെ നിർണായകമായുള്ള, വളരെ എന്തായാലും പറയാം വിസ്മയകരമായുള്ളൊരു സംഗതിയാണ്. അതിലേറ്റവും പ്രധാനം, ഇപ്പോൾ നിഷാദ് പറഞ്ഞു, ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് വന്ന് ട്രംപിനെ ഇവിടുന്ന് തന്നെയാണ് കാണാറ്, അവിടെ നിന്നാണ് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കാറ്. ഇത്രയും പാക്ഡ് ആയിട്ടുള്ള ഓവൽ റൂം നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും പാക്ഡ് ആയിട്ടുള്ള പത്രക്കാർ നിറഞ്ഞു കവിഞ്ഞൊരു സന്ദർഭമാണ്. എന്തിനു വേണ്ടിയാണിത്? ഒരു നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ വന്ന് കാണുന്നതിന് ലോകത്തുള്ള
മുഴുവൻ വാർത്താ ഏജൻസികളും പ്രധാനപ്പെട്ട ചാനലുകളും എല്ലാവരും വന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാവും. ഞാനിതിന് വേറൊരു സംഗതി ഇവിടെ കാണുന്നുണ്ട്. എന്നെ ഏറ്റവും അതിൽ ആകർഷിച്ചൊരു ഘടകം, ആഹ്ലാദിപ്പിച്ചൊരു ഘടകം ജനാധിപത്യത്തിനൊരു മനോഹാരിതയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം വരെ പരസ്പരം കടിച്ചു കീറിയിരുന്ന 2 പേർ ക്യാമ്പയിനിൽ, ഇപ്പോൾ ക്യാമ്പയിനിൽ ഒരു സന്ദർഭത്തിൽ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഡു യു തിങ്ക് എ ജിഹാദിസ്റ്റ് യു ആർ സിറ്റിംഗ് അലോങ് സൈഡ് എ ജിഹാദിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് വെച്ചാൽ ജിഹാദിസ്റ്റ് എന്നാണെന്നല്ലോ മംദാനിയെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജിഹാദിസ്റ്റിൻ്റെ കൂടെ ഇരിക്കുകയാണോ അങ്ങിപ്പോഴും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ ഇൻ ക്യാമ്പയിൻസ് സച്ച് തിങ്സ് ഹാപ്പൻസ് ഇൻ ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. ഒരു ക്യാമ്പയിൻ വളരെ ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൂട്ടരും നടത്തിയുള്ള വാക്പ്രയോഗങ്ങൾ നമുക്കറിയാം. എന്ന് മാത്രമല്ല ട്രംപിൻ്റെ അടുത്ത പ്രചാരകർ, അടുത്ത അനുയായികളുള്ള ആളുകൾ വളരെ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ്രൂ കോമോ അതേക്കാൾ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് മാതിരിയല്ല, തോറ്റവരും ജയിച്ചവരും റെസ്പെക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ഇദ്ദേഹം ഓവൽ റൂമിലേക്ക് പോവുകയാണ്, വൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. അത് അവിടുത്തെ ഒരു കസ്റ്റമറി പ്രാക്ടീസാണ്. പ്രധാനപ്പെട്ട നഗരത്തിലെ മേയർമാർ വൈറ്റ് ഹൗസിൽ പോവുക, പ്രസിഡൻറ്റിനെ കാണുക എന്നുള്ളത് ഒരു കസ്റ്റമറി പ്രാക്ടീസായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അത് അവർ പോകുന്നു, എന്നിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നു, പ്രൈവറ്റ് റൂമിൽ സംസാരിക്കുന്നു. ദെൻ മാധ്യമങ്ങളെ കാണുന്നു. നോക്കുക, നമ്മുടെ നാട്ടിലെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടുന്നൊരു ദിവസം എന്ന് വരും? എല്ലാം മാറ്റി വെച്ചേക്കും. ഈ മനുഷ്യൻ, നമ്മൾ എത്ര വേണം ചീത്ത പറഞ്ഞു, ഈ മനുഷ്യൻ ഒരാഴ്ചയിൽ എത്ര അവേഴ്സ് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്? നമ്മൾ കാണാത്ത ദിവസങ്ങളില്ലല്ലോ ശരിക്കും. ഫ്ലൈറ്റിൽ കയറുന്നിടത്താണെങ്കിൽ, ഫ്ലൈറ്റിലാണെങ്കിൽ, ഓവൽ റൂമിലാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ, എവിടെയാണെങ്കിലും പുള്ളി മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ. പണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് കാണുന്ന പോലെ. അതെ, കറക്റ്റാണ്. അത് മാത്രമല്ല എല്ലാം ഭയങ്കര സ്പെക്ടാക്കുലറാണ്. അതെല്ലാം ഒരു എന്താ പറയുക, നല്ല ഷോ കൂടെയാണ് അതെല്ലാം. അത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് നമ്മുടേത്. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം എന്താണ് കിട്ടുക? ഒരു സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം ആ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അതും ഇവിടെ ഉണ്ടല്ലോ ആ കസ്റ്റം. അന്ന് 2 പേരും കൂടെ മാധ്യമങ്ങളെ കാണുക, ഇങ്ങനെ ഇത്രയും കോടിയലായിട്ട് സംസാരിക്കുക. എത്ര ഓപ്പണായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു ജിഹാദിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് പ്രസിഡൻറ്റിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം അതിനെ വളരെ എന്താ പറയുക കൂളായിട്ട് എടുക്കുന്നു. മംദാനിയോട് ചോദിക്കുന്നു, ഫാസിസ്റ്റ് ആണെന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നു. ഡെസ്പോട്ട് എന്ന് വിളിച്ചിരുന്നു. അതിന് ഡെസ്പോട്ട് എന്ന് വിളിച്ച് ആ നിലപാട് ഇപ്പോഴും ഇപ്പോൾ എംഫാറ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടെന്ന് മംദാനി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടിരുന്നത് അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ മംദാനി ഈ എൻ്റയർ കോമ്പൻസേഷനിൽ മംദാനി എല്ലാ സംഭാഷണങ്ങളെയും അദ്ദേഹം ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബെറ്റർ ലൈഫ് ഫോർ ന്യൂയോർക്കേഴ്സ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. അഫോർഡബിലിറ്റി എന്ന് പറയുന്നൊരു വാക്ക്, ഇതേക്കുറിച്ച് ട്രംപ് പറയുന്നൊരു സംഗതി ഉണ്ടോ? ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ട്, അഫോർഡബിലിറ്റി. വെരി ഫാഷനബിൾ വേർഡ്. അഫോർഡബിലിറ്റി, ജസ്റ്റ് ഗ്രോസറി, വെരി ഫാഷനബിൾ വേർഡ്സ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഐ ടു ഷെയർ ദ ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി എന്നൊരു വാക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ജസ്റ്റ് ഗ്രോസറീസ്, ആളുകൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഗ്രോസറികൾ ഉണ്ടാവുക. ഇത് നോക്കി, ഈ പത്രസമ്മേളനം, ഈ എൻ്റെ എപ്പിസോഡ് മുഴുവൻ നോക്കൂ. എല്ലാ സംഭാഷണങ്ങളും മംദാനി ഈ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. ബെറ്റർ ലൈഫ് ഫോർ ന്യൂയോർക്കർ, അഫോർഡബിലിറ്റി. ഇത് തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഷെയർഡ് ഐഡിയ ആണ് എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൂടിയലായി, വളരെ സൗഹാർദ്ദത്തിൽ, ഇതാണ് ആ ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു സൗന്ദര്യവും. അത് നിശ്ചയമായും അതിൽ ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും പാഠമുണ്ടെന്ന് ഞാൻ പറയാം. എല്ലാ ഭരണാധികാരികൾക്കും പാഠമുണ്ട്. ഇത്രയും നിതാന്ത ശത്രുക്കൾ എന്ന പോലെ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന 2 ആളുകൾ. അത് ജനാധിപത്യത്തിലൊരു വിധി വരുന്നു. ജനങ്ങൾ വളരെ സുതാര്യമായൊരു പ്രക്രിയയിലൂടെ അവരൊരു തീർപ്പിലെത്തുന്നു, അവരൊരു തീരുമാനത്തിലെത്തുന്നു. ആ തീരുമാനത്തെ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുകയാണ്. ആര്? ഈ ഫാസിസ്റ്റ് എന്ന് വിളിക്കപ്പെട്ട, സെമി ലുനാറ്റിക് എന്നൊക്കെ വിളിക്കപ്പെട്ട, ഒന്നിനും കൊള്ളാത്ത കിളവൻ എന്നൊക്കെ വിളിക്കപ്പെട്ട ട്രംപ്, അല്ലെ ജനാധിപത്യ വിരുദ്ധൻ എന്ന് വിളിക്കപ്പെട്ട ട്രംപ്,
അദ്ദേഹത്തെ എത്ര എന്താ പറയുക, എത്ര അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ലെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനോട് എത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്, സംസാരിക്കുന്നത്, കയ്യിൽ പിടിക്കുന്നു, തോളിൽ തട്ടുന്നു. അതെ അതെ അതെ. അപ്പോൾ ഇത് വലിയ പാഠമാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. ഓഫ് കോഴ്സ് പ്രസിഡൻ്റാണ് ട്രംപിനെ അദ്ദേഹം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയപ്രഖ്യാപന റാലിയിൽ തന്നെ നമുക്ക് കണ്ടാവും, ട്രംപ് ഐ തിങ്ക് യു ആർ വാച്ചിങ് ദിസ് ലൈവ്, സോ എന്താണ് വോള്യൂം കൂട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിനെ കാണാൻ പോകുന്നു. അതൊരു പോകേണ്ട കാര്യമൊന്നുമില്ല നിയമപരമായിട്ട്, പക്ഷേ ഒരു കസ്റ്റമറി പ്രാക്ടീസാണ്. പോയി കാണുന്നു, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് എന്താണ് കുലീനമായ ജനാധിപത്യം എന്ന് പറയുന്നത്. കുലീനമായ ജനാധിപത്യം അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതാണ്. ഇതിൽ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട്സ് വേറെ പലതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവാണ്. അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് അമേരിക്കൻ പൊളിറ്റിക്സ് കടക്കുകയാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻസ് പ്രധാനമായും ഒരു ഉന്നമായിട്ട് അവരുടെ ഒരു പ്രചാരണ ഉന്നമായിട്ട് മംദാനിയെ വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മിത്രങ്ങൾ ചെയ്യുന്ന അതേ പരിപാടി കണ്ടില്ലേ, അവൻ അവിടെ കയറി, അവന്മാർ അവിടെ കയറി, ന്യൂയോർക്കിൽ കയറി, ഏത് കമ്മ്യൂണിസ്റ്റ്, ജിഹാദിസ്റ്റ്, സോഷ്യലിസ്റ്റ്, പാലസ്റ്റൈൻ, ഹമാസ്, ഈ ജാതി എല്ലാമായിട്ടുള്ള ഒരുത്തൻ അവിടെ കയറി, സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെയും കയറും കേട്ടോ എന്ന മറ്റുള്ളൊരു ക്യാമ്പയിനാണ് അവർ ഫോമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നല്ലൊരു ഐഡിയയാണ് ഈ കൂടിക്കാഴ്ചയും ഈ സംഭാഷണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇന്നലെയല്ല മെനിയാന്ന് അമേരിക്കയിൽ അവിടെ നോർത്ത് അമേരിക്കൻ ജൂയിഷ് ഫെഡറേഷൻ എന്ന് പറയുന്നൊരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പ്രഭാഷകനായിട്ട് ഇദ്ദേഹം വന്നിരുന്നു, മറ്റേ ഹഗാരി, ഡാനിയൽ ഹഗാരി, പഴയ IDFൻ്റെ സ്പോക്സ്മാൻ. പുള്ളി അവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ടിലും പ്രൊപ്പഗാൻഡ ഫ്രണ്ടിലും ഇസ്രായേൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ പ്രൊപ്പഗാൻഡ അപ്പാരറ്റസ്, മാസ് മെസ്സേജിങ് ഡിവൈസസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്കിതിനെ മറികടക്കേണ്ടതുണ്ട് എന്നൊക്കെ പുള്ളി അവിടെ വന്നിട്ട് ഇവരെ ഉപദേശിക്കുകയും അതിനുള്ള സംഗതികളൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്, ഇസ്രായേലിൻ്റെ ഈ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ബി ഡെമോക്രാറ്റ് ഓർ റിപ്പബ്ലിക്കൻ, ഇസ്രായേലിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഒരാളും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താറില്ല. അത് അവരുടെ ഒരു വിശുദ്ധ പശുവാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നെതന്യാഹുവിടെ വന്നിറങ്ങിയാൽ ഞാൻ അവനെ പിടികൂടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ടെൽ അവീവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ജൂതരുള്ള നഗരത്തിൽ 60-ന് ശേഷമുള്ള ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചില്ലറയല്ല. അതിനുശേഷം നമ്മൾ കാണണം, ഞാൻ ഐപാക്കിൽ നിന്ന് ഐപാക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ലോബിയിസ്റ്റിന് ഫണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പബ്ലിക്കൻ രാഷ്ട്രീയക്കാർ പോലും രംഗത്ത് വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഒരു ദിശ എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയായിരുന്നു ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ ആ മംദാനിയെ ഇത്രയും ദിവസം മാറ്റി നിർത്തപ്പെടേണ്ടവൻ, ഡിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടവൻ, ഐസുകാർ കൊണ്ടുപോകേണ്ട ആളാണ്, ജിഹാദിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല ലോകരാഷ്ട്രീയത്തിൻ്റെ തന്നെ ഗതി മാറ്റുന്ന ഒരു ബിംബമായി മാറുകയാണ്. അതിലൊരു നിർണായക സന്ദർഭം എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ച. അതായത് ഈ കൂടിക്കാഴ്ച ട്രംപിൻ്റെയും ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.